കാലം അതിൻ്റെ കലണ്ടർ താളുകൾ മറിക്കുമ്പോൾ കടവത്തൂർ വെസ്റ്റ് യു പി സ്കൂളിൻ്റെ ചരിത്ര പുസ്തകത്തിൽ സുവർണ ലിപികളാൽ രേഖപ്പെടുത്തേണ്ട ഒരു പേരാണ് കെ മുഹമ്മദ് ഫാറൂഖ് എന്നത്. 1996 ഈ വിദ്യാലയത്തിൻ്റെ തിരുമുറ്റത്ത് ചുവടുവെച്ച ആ യുവാവ് ഇന്ന് 30 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിൻ്റെയും 3 വർഷത്തെ മാതൃകാപരമായ നേതൃത്വത്തിൻ്റെയും നിറവിൽ പടിയിറങ്ങുമ്പോൾ അതൊരു വ്യക്തിയുടെ വിരമിക്കലല്ല, മറിച്ച് ഒരു കാലഘട്ടത്തിൻ്റെ തന്നെ അടയാളപ്പെടുത്തലാണ്. 1970 കരിയാടിൻ്റെ മണ്ണിൽ അബൂബക്കറിൻ്റെയും സുലൈഖയുടെയും മകനായി ജനിച്ച മുഹമ്മദ് ഫാറൂഖ് അറിവിൻ്റെ യാത്ര തുടങ്ങുന്നത് ഗവൺമെൻറ് UP പുതുശ്ശേരിയിൽ നിന്നുമാണ്. തുടർന്ന് കരിയാട് നമ്പ്യാർ സ്കൂളിലെ പഠനകാലവും നിർമ്മലഗിരിയിലെയും മടപ്പള്ളിയിലെയും ക്യാമ്പസ് ജീവിതവും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തി. ആലപ്പുഴ TDTTയിൽ നിന്നും നേടിയ അധ്യാപക പരിശീലനം വെറുമൊരു ബിരുദമായിരുന്നില്ല, മറിച്ച് വരും തലമുറയെ വാർത്തെടുക്കാനുള്ള ഒരു നിയോഗത്തിൻ്റെ തുടക്കമായിരുന്നു. 4ലും 5ലും പഠിക്കുന്ന കുരുന്നുകളുടെ ഉള്ളിലെ കൗതുകങ്ങൾക്ക് ചിറകു നൽകിക്കൊണ്ടാണ് അദ്ദേഹം അധ്യാപക ജീവിതം ആഘോഷമാക്കിയത്. കേവലം പാഠപുസ്തകങ്ങൾക്കപ്പുറം ജീവിതം പഠിപ്പിച്ച ഗുരുനാഥനായിരുന്നു അദ്ദേഹം. കടവത്തൂർ വെസ്റ്റ് UP സ്കൂളിൻ്റെ കലാമേളകളിലും കായികമേളകളിലും ഫാറൂഖ് മാസ്റ്റർ എന്ന ആ പേരിൽ ആവേശത്തിൻ്റെ പര്യായമായിരുന്നു. പകൽ വെളിച്ചത്തിലും രാത്രിയുടെ നിശബ്ദതയിലും വിദ്യാലയത്തിൻ്റെ യശസ്സിനായി ഉണർന്നിരുന്ന ആ നേതൃത്വം ജില്ലാ തലങ്ങളിൽ നമ്മുടെ വിദ്യാലയത്തിൻ്റെ വെന്നിക്കൊടി പാറിച്ചു. കഴിഞ്ഞ 3 വർഷം പ്രധാനാധ്യാപകൻ എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ വിദ്യാലയത്തിൻ്റെ ഭൗതികവും അക്കാദമികവുമായ വളർച്ചയിൽ നിർണായകമായി. ശതാബ്ദിയുടെ നിറവിൽ നിൽക്കുന്ന ഈ വിദ്യാലയത്തിന് അദ്ദേഹം നൽകിയ നിസ്തുലമായ സംഭാവനകൾ കാലം മായ്ക്കാത്ത സ്വർണ്ണമുദ്രകളാണ്. ശാന്തമായ പെരുമാറ്റവും ഉറച്ച നിലപാടുകളും ഫാറൂഖ് മാസ്റ്ററെ സഹപ്രവർത്തകർക്കും നാട്ടുകാർക്കും ഒരുപോലെ പ്രിയങ്കരനായി. പ്രിയപ്പെട്ട ഫാറൂഖ് മാസ്റ്റർ, അങ്ങ് പകർന്നു നൽകിയ അറിവും സ്നേഹവും ആയിരക്കണക്കിന് ശിഷ്യരിലൂടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വിദ്യാലയത്തിൻ്റെ ചുവരുകൾക്ക് പോലും അങ്ങയുടെ ശബ്ദവും സാന്നിധ്യവും സുപരിചിതമാണ്. ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുമ്പോഴും സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ലോകത്ത് അങ്ങ് എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്നതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. വിശ്രമ ജീവിതത്തിൻ്റെ ഈ പുതിയ അധ്യായത്തിൽ സർവേശ്വരൻ അങ്ങേക്കും കുടുംബത്തിനും ആയുസ്സും ആരോഗ്യവും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു.